കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മുടെ ചാനലിൽ കിട്ടിയ കുറേ മെസ്സേജസ് ആണ്. നിങ്ങൾക്ക് സ്കൂളിലൊന്നും മര്യാദയ്ക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് തന്നെ ഇപ്പം ജീവിതത്തിൻ്റെ ഈ ഘട്ടത്തിൽ ഇംഗ്ലീഷ് അറിയാണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന അവസ്ഥയിലാണെങ്കിൽ ഇനി ഇംഗ്ലീഷ് അറിയാണ്ട് വിഷമിക്കില്ല. ഈ സീരീസ് ഒട്ടും ഇംഗ്ലീഷ് അറിയാതെ ബുദ്ധിമുട്ടുന്ന സാധാരണയായ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഫീസ് കൊടുത്ത് ഒരു കോഴ്സിൽ എൻറോൾ ചെയ്യാനുള്ള സാഹചര്യം ഇല്ലാത്തവർക്കും നല്ല വൃത്തിക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന സീരീസാണ്. കുറേ ഗ്രാമർ ക്ലാസ്സുകളൊക്കെ കണ്ടിട്ടും ഓർമ്മയിൽ നിൽക്കുന്നില്ല എന്നൊരു തോന്നലുണ്ടോ? സാരില്ല, നമുക്ക് ഈ വീഡിയോ കണ്ടിട്ട് അതങ്ങ് റെഡിയാക്കാം. ഞാൻ വെറുതെ പറഞ്ഞല്ല, കുറേ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പലർക്കും പല രീതിയിലല്ല മനസ്സിലാക്കാൻ പറ്റുക. ചിലർക്ക് അത്ര എളുപ്പത്തിൽ ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനെയുള്ളവർക്കും പഠിക്കാൻ പറ്റുട്ടോ. എല്ലാവർക്കും ഇംഗ്ലീഷ് വഴങ്ങും. ഇംഗ്ലീഷ് സെൻറ്റൻസസ് ഉണ്ടാക്കാൻ കുറേ വാക്കുകളൊന്നും നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല. 10-50 ഇംഗ്ലീഷിലെ വേർബ്സ് പഠിച്ചാൽ തന്നെ ഒരു 75% കാര്യങ്ങൾ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ വായിച്ചത്. അങ്ങനെയാണെങ്കിൽ ആർക്കും ഇംഗ്ലീഷ് സംസാരിക്കാം. നിങ്ങൾക്ക് ഇംഗ്ലീഷിനെ എന്തുകൊണ്ടാണ് പേടിയായത്? ആ പേടി ഞാൻ ഈ വീഡിയോയിൽ മാറ്റിത്തരാം. ഈ വീഡിയോയുടെ അവസാനം ഞാൻ കുറച്ച് ചോദ്യം ചോദിക്കും. അതിൻ്റെ ഉത്തരങ്ങൾ നിങ്ങൾ കോമെന്റിൽ എഴുതി അറിയിക്കണം. തെറ്റിയാലും കുഴപ്പമില്ല, പറ്റാവുന്ന പോലെ ശ്രമിക്കൂ. കാരണം നമ്മളിത് പഠിക്കുമ്പോൾ നമുക്ക് തോന്നും നമുക്കിതെല്ലാം അറിയാമെന്ന്. പക്ഷെ ഇത് നമുക്ക് ശരിക്കും മനസ്സിലായോ എന്ന് പരിശോധിക്കണമെങ്കിൽ നമ്മൾ ഹോംവർക്കിന് ഉത്തരങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം. അപ്പൊ ഇന്ന് മുതൽ നമ്മൾ തുടങ്ങുകയാണേ. എൻ്റെ പേര് വിനി. ഞാൻ വിനി ആണ്. ഐ ആം വിനി. ഐ എന്ന് പറഞ്ഞാൽ ഞാൻ. ഞാൻ വിനി ആണ്. ആണ് എന്ന് പറയാൻ ആം അവിടെ ഉപയോഗിച്ചു. ഞാൻ ബെർലിനിലാണ്. ഐ ആം ഇൻ ബെർലിൻ. ഇൻ ബെർലിൻ എന്ന് വെച്ചാൽ ആ സ്ഥലത്താണ്. ഞാൻ ബെർലിനിലാണ്. ഐ ആം ഇൻ ബെർലിൻ. ഇത്രയൊക്കെ അല്ലേ? ഞാനൊരു ടീച്ചറാണ്. ഐ ആം എ ടീച്ചർ. എ ടീച്ചർ എന്ന് പറഞ്ഞാൽ ഒരു ടീച്ചർ. ഞാനൊരു ടീച്ചറാണ്. ഐ ആം എ ടീച്ചർ. ഈ 3 സെൻറ്റൻസുകളിലും നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാത്തതുണ്ടോ? ഐ ആം വിനി, എൻ്റെ പേര് പറഞ്ഞു. ഞാൻ ഏത് സ്ഥലത്താണെന്ന് പറഞ്ഞപ്പോൾ ഇൻ, ഐ ആം ഇൻ ബെർലിൻ എന്ന് പറഞ്ഞു. ഞാനൊരു ടീച്ചറാണെന്ന് പറയാൻ ഐ ആം എ ടീച്ചർ എന്ന് പറഞ്ഞു. ഓക്കെ, ഈ 3 കാര്യങ്ങൾ വെച്ചുകൊണ്ട് മാത്രം നമുക്ക് കുറേയധികം സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഇനിയിപ്പം നിങ്ങൾക്ക് എന്നെ അറിയാം. അപ്പം നിങ്ങൾ വേറൊരാളെ എന്നെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പം എങ്ങനെയാ പറയാ? അവള് വിനിയാണ്, അല്ലെങ്കിൽ അവര് വിനിയാണ്. എങ്ങനെ പറയും? അവൾ എന്ന് പറയാൻ ഷീ. ഷീ ഇസ് വിനി. ഷീ ഇസ് വിനി. ഞാൻ പറഞ്ഞപ്പം ഐ ആം വിനി എന്ന് പറഞ്ഞു. നിങ്ങൾ എന്നെക്കുറിച്ച് പറയുമ്പം അവൾ വിനിയാണെന്ന് പറയാൻ ഷീ ഇസ് വിനി. നിങ്ങൾക്ക് ഉറപ്പാണ് അത് വിനിയാണെന്ന് അല്ലേ? കാരണം നിങ്ങൾക്ക് എന്നെ അറിയാം. പക്ഷെ നിങ്ങൾക്ക് എന്നെ കൃത്യമായിട്ട് അറിയില്ലെങ്കിലോ, സംശയമാണെങ്കിലോ, എന്നെ കണ്ടിട്ട് അത് വിനിയാണെന്ന് തോന്നുന്നു എന്ന് പറയണമെങ്കിൽ ആ ഇസ് ഇല്ലേ, അത് മാറ്റിയിട്ട് ഷീ മൈറ്റ് ബി വിനി. അവൾ വിനി ആകാം, ഉറപ്പില്ല കേട്ടോ. അപ്പൊ ആണെന്ന് പറഞ്ഞപ്പം, നമുക്ക് ഉറപ്പിച്ച് പറഞ്ഞപ്പം ഷീ ഇസ് വിനി. ഒരു സംശയം ഉണ്ടെങ്കിൽ, ഉറപ്പില്ലെങ്കിൽ ഷീ മൈറ്റ് ബി വിനി. ഓക്കെ, ഇനി വിനി എന്ന് പറഞ്ഞ ആൾ ഇവിടെ എവിടെയോ വന്നിട്ടുണ്ട്. തലയിൽ അധികം മുടിയൊന്നും ഇല്ലാത്ത ഒരാളാണേ എന്നൊക്കെ നിങ്ങളുടെ അടുത്ത് ആരോ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാനിങ്ങനെ നടക്കണപ്പോൾ ഏകദേശം പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതാവാം വിനി. ഷീ കുഡ് ബി വിനി. അപ്പോഴും ഉറപ്പില്ല, എന്നാലൊരു സാധ്യതയുണ്ട്. അപ്പം അതാണ്, ഉറപ്പുണ്ടെങ്കിൽ ഇസ് ഉപയോഗിക്കാം. സംശയമാണെങ്കിൽ മൈറ്റ് ബി ഉപയോഗിക്കാം. ഒരു സാധ്യതയുണ്ടെങ്കിൽ കുഡ് ബി ഉപയോഗിക്കാം. പഠിച്ചോ? ഇവിടെ ഇസ് എന്ന് പറയുന്നത് ബി എന്ന് പറയുന്ന വലിയൊരു കുടുംബത്തിലെ അംഗമാണ്. ബി എന്ന കുടുംബത്തിൽ കുറേ അംഗങ്ങളുണ്ട്. ഐ ആം വിനി എന്ന് പറഞ്ഞ ആം ഇല്ലേ, അതും അവിടുത്തെ ആളാണ്. ഷീ ഇസ് വിനി എന്ന് പറഞ്ഞപ്പോൾ ഇസ് ഇല്ലേ, അതും അവിടുത്തെ അംഗമാണ്. ആർ, അതും അവിടെ ഉണ്ട്. പിന്നെ കുറച്ചു കാലം മുമ്പ് ഉണ്ടായിരുന്ന കുറച്ച് ആൾക്കാരുണ്ട്, വാസ്, വേർ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ പണ്ട് ജീവിച്ചിരുന്ന ആൾക്കാരെ അറിയാവുന്ന, എന്നാൽ ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ഒരാളുണ്ട്, ബീൻ. പിന്നെ ഇപ്പൊ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യനുണ്ട്, ബീയിങ്. ഇതൊക്കെ ബി എന്നുള്ള കുടുംബത്തിലെ അംഗങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മൾ ആമും ഇസൊക്കെ ഒരേപോലെ ഈ സെന്റൻസിൽ ഉപയോഗിച്ചത്. ഐയുടെ കൂടെ ആം ഉപയോഗിക്കാം അല്ലെ, ഷീയുടെ കൂടെ ഇസ് ഉപയോഗിക്കാം. ഐ ആം, ഷീ ഇസ്, ഹീ ഇസ്. അത് എന്ന് പറയാൻ ഇറ്റ്, ഇറ്റ് ഇസ്. ഇനി ദേ ആർ, വി ആർ,
യു ആർ. ഇത് മാത്രം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഈ ബി എന്ന് പറയുന്നതാണ് ബേസ് ഫോം. അതൊന്ന് പഠിച്ചു വെക്കണം. നമ്മൾ എപ്പോഴും ഒരു വേർബ് പറയുമ്പോൾ അതിനൊരു ബേസ് ഫോം ഉണ്ടാവും, സാധാരണ ഫോം. അതിൻ്റെ വകഭേദങ്ങളാണ് ഇസ്, ആം, ആർ, വാസ്, വേർബ്, ബീങ്, ബീൻ ഒക്കെ. പക്ഷെ ബേസ് ഫോം ബി ആണ്. ഓക്കെ, അതുകൊണ്ടാണ് ഷീ മൈറ്റ് ബി വിനി എന്ന് വന്നത്. ഓക്കെ, മൈറ്റ് ബി. ഇപ്പൊ ബി ഉണ്ട് അവിടെ, മൈറ്റ് വിനി എന്നല്ല, ഷീ മൈറ്റ് ബി വിനി. ഓക്കെ, അതുപോലെ ഷീ കുഡ് ബി വിനി, സാധ്യത ഉണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കുറച്ച് വേർബ്സിൻ്റെ ബേസ് ഫോം ഒക്കെ നമ്മൾ പഠിച്ചു വെക്കണം. എന്നാലേ നമുക്ക് സെൻറ്റൻസ് ഉണ്ടാക്കുമ്പം ആ വാക്ക് അറിയണമല്ലോ. പക്ഷെ അതിനെക്കുറിച്ച് കുറച്ച് നിങ്ങൾ വിഷമിക്കേണ്ട. സാധാരണ നമ്മൾ ജീവിതത്തിൽ ഒരു 70% അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഉപയോഗിക്കുന്ന 50 വേർബ്സ് ഉണ്ട്. 50 വേർബ്സേ ഉള്ളൂ. ആ 50 വേർബ്സും ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ സീരീസിൽ കവർ ചെയ്യും. അപ്പം നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കേണ്ട, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇനി അവള് ബെർലിനിലാണ്. എങ്ങനെ നമ്മൾ പറഞ്ഞേ? ഷീ ഇസ് ഇൻ ബെർലിൻ അല്ലെ? ഷീ ഇസ് ഇൻ ബെർലിൻ, ബെർലിനിൽ, ഇൻ ബെർലിൻ. അവള് ബെർലിനിലാണെന്ന് തോന്നുന്നു, ഉറപ്പില്ല. എങ്ങനെ പറയാം? ആ ഇസ് എടുത്ത് മാറ്റി മൈറ്റ് ബി ഇടുക. ഷീ മൈറ്റ് ബി ഇൻ ബെർലിൻ, ഷീ മൈറ്റ് ബി ഇൻ ബെർലിൻ. ജർമ്മനിയിൽ എവിടെയാണെന്നോ കേട്ടെ അവള്. ബെർലിൻ എന്ന് വെച്ചാൽ ജർമ്മനിയിലല്ലേ, അപ്പോൾ ആവാൻ സാധ്യതയുണ്ട് അവിടെ. അപ്പോൾ അങ്ങനെ പറയാം, ഷി കുഡ് ബി ഇൻ ബെർലിൻ. അത് ക്ലിയർ ആയോ? ഉറപ്പുണ്ടെങ്കിൽ ആരാള്, അവളാണെങ്കിൽ ഷീ, അവനാണെങ്കിൽ ഹീ ഇസ് ഇൻ ആ സ്ഥലം. ഓക്കെ, ഉറപ്പില്ലെങ്കിൽ ഷീ മൈറ്റ് ബി ഇൻ ബെർലിൻ. ഒരു സാധ്യതയുണ്ട് ബെർലിനിലാവാൻ, എങ്കിൽ ഷീ കുഡ് ബി ഇൻ ബെർലിൻ. ഇനി അവൻ സാം ആണ്. എങ്ങനെ പറയും? അവൻ എന്ന് പറയാൻ ഹീ, ഹീ ഇസ് സാം അല്ലെ? ഷീയും ഹീയും ഉപയോഗിക്കുമ്പോൾ ഇസ്സ വരിക, ഐ ഉപയോഗിക്കുമ്പം ആം ആണ് വരിക. ഹീ ഇസ് സാം. അവൻ ലണ്ടനിലാണ്. ഹീ ഇസ് ഇൻ ലണ്ടൻ. അവന് ഇത്തിരി പ്രായമുണ്ട്. എങ്ങനെ പറയും? പ്രായമുണ്ടെങ്കിൽ ഓൾഡ് എന്നുള്ള വാക്കാണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ അവൻ പ്രായമുള്ള ഒരാളാണ്. ഹീ ഇസ് ഓൾഡ്. അപ്പം നമുക്ക് സാമിനെ മനസ്സിലായല്ലോ. ഇനിയിപ്പോൾ അവനല്ല, നിങ്ങളാണ് സാം എന്ന് വെച്ചോളൂ. അതിനാൽ ഞാൻ പറയാണ്, നിങ്ങൾ സാം ആണ്. നിങ്ങൾ എന്ന് പറയാൻ യു, നീ എന്ന് പറയാനും നിങ്ങൾ എന്ന് പറയാനും രണ്ടിനും ഇംഗ്ലീഷിൽ ഒറ്റ വാക്കുകളും യു. നിങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ആൾക്കാരാവാം, അല്ലെങ്കിൽ നമ്മൾ റെസ്പെക്റ്റ് കൊടുത്ത് നിങ്ങൾ എന്ന് പറയുന്നതാവാം. ഒരാളാണെങ്കിലും ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിലും യു എന്ന് തന്നെയാണ് പറയാം. ഓക്കെ, അപ്പം നിങ്ങൾ സാം ആണ്. ഞാൻ പറയാണ് കേട്ടോ, നിങ്ങൾ സാം ആണ്. എങ്ങനെ പറയും? യു ആർ സാം. നമ്മുടെ ബിയുടെ കുടുംബത്തിലെ ആർ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടെന്ന് പറഞ്ഞില്ലേ, യുവിൻ്റെ കൂടെ ആറാണ് വരിക. യു ആർ സാം. നിങ്ങൾ ലണ്ടനിലാണ്. എങ്ങനെ പറയും? യുവിൻ്റെ കൂടെ ആർ എപ്പോഴും. യു ആർ ലണ്ടനിൽ, ഇൻ ലണ്ടൻ. യു ആർ ഇൻ ലണ്ടൻ. നിങ്ങൾ ചെറുപ്പക്കാരനാണ്. നേരത്തെ വയസ്സായ ആൾക്ക് നമ്മൾ ഓൾഡ് എന്ന് പറഞ്ഞില്ലേ, ചെറുപ്പമാണെങ്കിൽ യങ്, യങ്. നിങ്ങൾ ചെറുപ്പക്കാരനാണ്. യു ആർ യങ്. ആയോ? അപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുക, നിങ്ങൾ സാം ആണോ? എങ്ങനെ ചോദിക്കും? നിങ്ങൾ സാം ആണെന്ന് ഞാൻ എങ്ങനെ പറഞ്ഞേ? യു ആർ സാം. നിങ്ങൾ സാം ആണോ ചോദ്യം ചോദിക്കണമെങ്കിൽ വളരെ സിമ്പിളാണ്. യു ആർ എന്നുള്ളത് തിരിച്ചിടുക. ആർ യു, ആർ യു സാം, ആർ യു സാം. ഓക്കെ, ഞാൻ നിങ്ങളെ കണ്ടിട്ട് പറയാണ്, നിങ്ങളൊരു വയസ്സായ ആളല്ല. എങ്ങനെ പറയും? വയസ്സായ ആളാണെന്ന് എങ്ങനെ പറയും? യു ആർ ഓൾഡ്. നിങ്ങൾക്ക് വയസ്സൊന്നും ഇല്ലെങ്കിൽ യു ആർ നോട്ട് ഓൾഡ്. നിങ്ങൾ അത്ര പ്രായമൊന്നുമില്ല. യു ആർ നോട്ട് ഓൾഡ്. നിങ്ങൾ ചെറുപ്പക്കാരനാണെങ്കിൽ യു ആർ, ആ വാക്കെന്തായിരുന്നു? യങ്. യു ആർ യങ്. ഇപ്പോൾ ഒരാളെ കണ്ടിട്ട് ചോദിക്കുക, നിങ്ങൾ സാം ആണോ? ആർ യു സാം? യു ആർ നോട്ട് ഓൾഡ്, യു ആർ യങ്. എന്നിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുക, നിങ്ങളൊരു ടീച്ചറാണോ? എങ്ങനെ ചോദിക്കും? എപ്പോഴും യുവിൻ്റെ കൂടെ ആറല്ലേ വരിക. ചോദ്യം ചോദിക്കുമ്പോൾ ആർ ആദ്യം വരണം. ആർ യു എ ടീച്ചർ? ആർ യു എ ടീച്ചർ? ഇപ്പം നിങ്ങൾ അല്ല എന്ന് പറയാം. അല്ല എന്ന് പറയാൻ നോ. ഐ ആം നോട്ട് എ ടീച്ചർ അല്ലേ?
ഞാനൊരു ടീച്ചർ അല്ല. ഞാനൊരു ടീച്ചർ ആണെങ്കിൽ എങ്ങനെയാ പറഞ്ഞേ? ഐ ആം എ ടീച്ചർ. ടീച്ചർ അല്ല, ഐ ആം നോട്ട് എ ടീച്ചർ. അപ്പം അല്ല എന്ന് പറയാൻ ഇവിടെ നോട്ട് എന്നുള്ള വാക്ക് യൂസ് ചെയ്താൽ മതി. ഓക്കെ, ഞാൻ നിങ്ങളോട് ചോദിക്കാം, നിങ്ങൾ വെജിറ്റേറിയൻ ആണോ? എന്താ പറയാ? ആർ യു വെജിറ്റേറിയൻ? ആർ യു വെജിറ്റേറിയൻ? അപ്പം അതെങ്കിലോ നിങ്ങൾ എങ്ങനെയാ പറയാ? യെസ്, ഐ ആം വെജിറ്റേറിയൻ. ഇതൊക്കെ നമ്മളിപ്പോൾ ഒരേ പാറ്റേണിൽ പഠിച്ച സെൻസുകളാണ്. ഇതിൻ്റെ ഒപ്പം തന്നെ ചിലപ്പോൾ നിങ്ങൾ ഡു യു, ഡസ് ഷീ, ഡിഡ് ഷീ, ഹാസ് ഷീ എന്നൊക്കെ പറഞ്ഞിട്ട് അത് കാണും. അപ്പം ഒരു റൂൾ നമ്മളിപ്പോൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ എല്ലാ കൺഫ്യൂഷനും അവോയ്ഡ് ചെയ്യാം. നമ്മൾ എപ്പോഴാണ് ഇസ് ഷീ, ആർ യു, ഇസ് ഹീ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സെൻറ്റൻസുകൾ ഉണ്ടാക്കുക? ഇപ്പം നമ്മൾ കണ്ട സെൻറ്റൻസുകളില്ലേ, അത് എങ്ങനത്തെ സെൻറ്റൻസ് ആണെന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് അതിൻ്റെ ഉത്തരം കിട്ടും. ഒരാളുടെ ഐഡൻറ്റിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. ഇപ്പോൾ ഞാനൊരു സ്റ്റുഡൻ്റ് ആണ്. ഐ ആം എ സ്റ്റുഡൻറ്റ്. സ്റ്റുഡൻറ്റ് എന്ന് വെച്ചാൽ വിദ്യാർത്ഥി. ഐ ആം എ സ്റ്റുഡൻറ്റ്. അവൾ ഒരു ഡോക്ടറാണ്. ഷീ ഇസ് എ ഡോക്ടർ. ഇതൊക്കെ ഒരാളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളല്ലേ. അയാളൊരു ഡോക്ടറാണ്, അയാൾ വെജിറ്റേറിയൻ ആണ്, അയാളൊരു സ്റ്റുഡൻ്റ് ആണ്. ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഒരാളുടെ ഐഡൻറ്റിറ്റി അല്ലേ, അയാളുടെ സ്വത്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അവർ ടീച്ചർമാരാണ്. എങ്ങനെ പറയാ? അവർ എന്ന് പറയാൻ ദേയുടെ ഒപ്പവും ആറാണ് വരിക. ദേ ആർ ടീച്ചേഴ്സ്. നമ്മൾ ടീച്ചർമാരാണ്. നമ്മൾ എന്ന് പറയാൻ വിയുടെ കൂടെയും ആറാ വരിക. വി ആർ ടീച്ചേഴ്സ്. അപ്പം ഐ ആം, ഷീ ഇസ്, ഹീ ഇസ്. അത് എന്ന് പറയാൻ ഇറ്റ് ഇസ്. ഇനി ദേ ആർ, വി ആർ, യു ആർ. ഇത് മാത്രം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ചോദ്യങ്ങൾ ഉണ്ടാക്കുമ്പോഴും ആർ ദേ ടീച്ചേഴ്സ്, ഇസ് ഷീ എ ഡോക്ടർ എന്ന് വരും. അപ്പോൾ ആദ്യത്തെ നമ്മൾ പഠിച്ചത് ഐഡൻറ്റിറ്റി. രണ്ടാമത്തത് ഒരാളുടെ വിശേഷണം. എങ്ങനെയാണ് ഒരാളോ ഒരു സാധനം ഉള്ളത്? നല്ല പൊക്കമുള്ള ഒരു സ്ത്രീ ആണെങ്കിലോ, അല്ലെങ്കിൽ ഒരു പുസ്തകമാണെങ്കിൽ പഴയ പുസ്തകം, പുതിയ പുസ്തകം, അല്ലെങ്കിൽ ചിലപ്പോൾ അവർ തിരക്കിലാണ് എന്ന് പറയാം, അപ്പോൾ തിരക്കുള്ള അവസ്ഥ. അങ്ങനെ എന്തൊക്കെയാണ് അവരെ വിശേഷിപ്പിക്കാൻ നമ്മൾ ഉപയോഗിക്കണേ, അതൊക്കെ നമ്മളിങ്ങനെ പറയാം. അപ്പം അവൾക്ക് നല്ല ഉയരമുണ്ടെങ്കിൽ ടോൾ എന്നാ പറയാം. അവൾക്ക് നല്ല ഉയരമുണ്ട്, ഷീ ഇസ് ടോൾ. അപ്പോൾ അവൾക്ക് ഉയരമുണ്ടോ എന്ന് എങ്ങനെ ചോദിക്കും? ഇസ് ഷീ ടോൾ? എൻ്റെ കയ്യിലൊരു പുസ്തകമുണ്ട്. ആ പുസ്തകം എടുത്തിട്ട് ഞാൻ പറയാം പുസ്തകം പുതിയതാണ്. അപ്പോൾ ഏത് പുസ്തകം നമുക്കറിയാം. അപ്പോൾ നമ്മൾ പറയാം ദ ബുക്ക്. ദ ബുക്ക് ഇസ് പുതിയതെന്ന് പറയാൻ ന്യൂ. പുസ്തകം എന്ന് വെച്ചാൽ ഒരു വസ്തു അല്ലേ, വസ്തുക്കൾക്കൊക്കെ ഇസ് ആണ് ഉപയോഗിക്കാം. ഓക്കെ, കുറേ വസ്തുക്കൾ ഉണ്ടെങ്കിൽ പക്ഷെ ആർ എന്ന് പറയണം. ഒറ്റ ഒന്നേ ഉള്ളെങ്കിൽ ഇസ്. ദ ബുക്ക് ഇസ് ന്യൂ, പുതിയതാണ്. ദ ബുക്ക് ഇസ് ന്യൂ. പുസ്തകം പുതിയതാണോ എങ്ങനെ ചോദിക്കും? ഇസ് ആദ്യം വരും. ഇസ് ദ ബുക്ക് ന്യൂ? ഇസ് ദ ബുക്ക് ന്യൂ? ഓക്കെ, ഇനി വിശേഷണം എന്ന് പറഞ്ഞാൽ പുസ്തകം ചിലപ്പോൾ അനുവിൻ്റെ പുസ്തകമായിരിക്കും. അതും പുസ്തകത്തിൻ്റെ ഒരു വിശേഷണമാണ് അല്ലേ, അനുവിൻ്റെ പുസ്തകം. അതെങ്ങനെയാ പറയാ? അനുവിൻ്റെ എന്ന് പറയാൻ അനൂസ്. അനുവിൻ്റെ കഴിഞ്ഞിട്ട് ഒരു അപ്പോസ്ട്രോഫി, മുകളിലൊരു സാധനം വിടും, അതാണ് അപ്പോസ്ട്രോഫി. അത് കഴിഞ്ഞിട്ട് എസ്. അനുവിൻ്റെ എന്ന് പറയാൻ അനൂസ്. ഓക്കെ, അത് അനുവിൻ്റെ ആണ്. എങ്ങനെ പറയും? ഇവിടെ ഒരു സംശയം ഉണ്ടാവാറുണ്ട്. അത് ഇത് എന്ത് പറയും? ഇത് നമ്മുടെ അടുത്തിരിക്കുന്ന ഒരു വസ്തുവാണെങ്കിൽ ദിസ് എന്ന് പറയാം. ദൂരെയുള്ളൊരു വസ്തുവാണെങ്കിൽ ദാറ്റ് എന്ന് പറയാം. അപ്പോൾ ഈ പുസ്തകം അനുവിൻ്റെ ആണ്. എങ്ങനെ പറയും? ദിസ് ബുക്ക് ഇസ് അനൂസ്. ഈ പുസ്തകം, ദിസ് ബുക്ക് ആരുടെയാണ്? ഇസ് അനൂസ്. ആ പുസ്തകം അനുവിൻ്റെ ആണ്. അങ്ങനെ പറയും? ആ എന്ന് പറയാൻ ദൂരെ ഇരിക്കാത്തതുകൊണ്ട് ദാറ്റ് ബുക്ക് ഇസ് അനൂസ്. ഇനി നമ്മൾ ഈ പുസ്തകത്തെക്കുറിച്ച് വീണ്ടും പറയാണ്. ഈ പുസ്തകം പുതിയതാണ്. അപ്പം നമ്മൾ വീണ്ടും ഈ പുസ്തകം എടുത്ത് പറയില്ലല്ലോ, ഇത് പുതിയതാണ്. അപ്പം നമ്മൾ ഇറ്റ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചാൽ മതി. ആദ്യം നമ്മളൊരു കാര്യത്തെക്കുറിച്ച് പറയുമ്പം ദിസ്സോ ദാറ്റോ വെച്ചിട്ട് പറയാം. ദിസ് ബുക്ക് ഇസ് അനൂസ്. അതാണെങ്കിൽ ദാറ്റ് ബുക്ക് ഇസ് അനൂസ്. അത് കഴിഞ്ഞ് വീണ്ടും അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ദിസ്സും ദാറ്റൊന്നും വേണ്ട. ദിസ് ബുക്കിന് പകരം ഇറ്റ് പറഞ്ഞാൽ മതി. ദാറ്റ് ബുക്കിന് പകരവും ഇറ്റ് മതി. ഇത് പുതിയതാണ്, ഇറ്റ് ഇസ് ന്യൂ. അവര് തിരക്കിലാണ്. എങ്ങനെ പറയും? അവർ. ദേയുടെ കൂടെ ആർ. ദേ ആർ തിരക്കിലുള്ള അവസ്ഥ ബിസി. ദേ ആർ ബിസി.
അപ്പം നമ്മൾ രണ്ട് കാര്യങ്ങൾ പഠിച്ചില്ലേ? ഒന്ന് ഐഡന്റിറ്റി ആയിട്ട് ബന്ധപ്പെട്ടുള്ളത്, രണ്ടാമത് ഒരാളെ വിശേഷിപ്പിക്കുന്നത്, മൂന്നാമത് നമ്മുടെ അവസ്ഥകൾ, നമുക്ക് എന്താ ഫീൽ ചെയ്യുന്നേ, അല്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താ, കണ്ടീഷൻ എന്താന്നൊക്കെ നോക്കിയിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അതൊക്കെ ഇതേപോലെയാണ് സെൻറ്റൻസ് വരിക. ഞാൻ ഹാപ്പിയാണ് എന്ന് പറയും, സന്തോഷവതിയാണ്, സന്തോഷവതിയാണെങ്കിൽ ഹാപ്പി എന്നാ പറയാം. ഐ ആം ഹാപ്പി. നിങ്ങൾ ഹാപ്പി ആണോ എന്ന് ചോദിക്കും. ആർ യു ഹാപ്പി? അവന് നല്ല ക്ഷീണമുണ്ട്, ക്ഷീണമുള്ള അവസ്ഥയ്ക്ക് ടയേർഡ്. ഹീ ഇസ് ടയേർഡ്. അവൻ നല്ല ക്ഷീണിച്ചിരിക്കുകയാണ്, അപ്പോൾ ഹീ ഇസ് ടയേർഡ്. ഞങ്ങൾ റെഡിയാണ്. ഞങ്ങളുടെ അവസ്ഥ എങ്ങനെയാ? റെഡി ആയിട്ടുള്ള അവസ്ഥ. അപ്പോൾ ഞങ്ങൾ എന്ന് പറയാൻ വിയുടെ കൂടെ ആർ. വി ആർ റെഡി. ഞങ്ങൾ തയ്യാറാണ്. വി ആർ റെഡി. റെഡി എന്ന് വെച്ചാൽ തയ്യാറാണെന്ന്. ഇപ്പോൾ എവിടെയെങ്കിലും പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുങ്ങി നിൽക്കുമ്പോൾ റെഡി ആയോ? ഞങ്ങൾ റെഡിയാണ്. വി ആർ റെഡി. ഇനി ഒരു കാര്യത്തിലൂടെ ഇത് ഉപയോഗിക്കും, ലൊക്കേഷൻ. ഞാൻ പറഞ്ഞില്ലേ, ഐ ആം ഇൻ ബെർലിൻ എന്ന് പറഞ്ഞപ്പം സ്ഥലമല്ലേ പറഞ്ഞേ, അതാണ് ലൊക്കേഷൻ. ഞാൻ വീട്ടിലാണ്, എങ്ങനെ പറയും? ഐ ആം ഹോം. ഹോമിൻ്റെ കൂടെ അറ്റ് ഇടണമെന്നില്ല. അറ്റ് ഇടുന്ന ചില കേസസ് ഉണ്ടാവും, അത് ഞാൻ പിന്നീട് പറയാം. ഞാൻ വീട്ടിലാണെന്ന് പറയാൻ ഐ ആം ഹോം. അപ്പം ഇതൊന്ന് എടുത്തു പഠിക്കണം. നമ്മൾ ഒരു സ്ഥലത്താണെങ്കിൽ ആ സ്ഥലത്തിൻ്റെ പേര് പറയുകയാണെങ്കിൽ ഇൻ ആ സ്ഥലത്തിൻ്റെ പേര്. അപ്പം നിങ്ങൾ കൊച്ചിയിലാണെങ്കിൽ ഐ ആം ഇൻ കൊച്ചി. ഓക്കെ. നിങ്ങൾ വീട്ടിലാണെങ്കിൽ ഐ ആം ഹോം എന്ന് പറഞ്ഞാൽ മതി. നിങ്ങൾ വിദേശത്താണെങ്കിൽ വിദേശത്താണെങ്കിൽ അബ്രോഡ്. ഐ ആം അബ്രോഡ്. ഞാൻ പുറത്താണെങ്കിൽ ഐ ആം ഔട്ട്. ഓക്കെ. അപ്പം ഇതിൻ്റെ ഒന്നും കൂടെ ഇന്നോ അറ്റോ ഒന്നും വേണ്ട. ഓക്കെ. ഏതെങ്കിലും മുറിയുടെ ഉള്ളിലാണെങ്കിൽ ഇന്ന് വേണേ. അവൾ ക്ലാസ് മുറിയിലാണ്. അവൾ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അറിയോ? 5ാം ക്ലാസ്സിൽ. നമുക്കൊക്കെ അറിയാം. അപ്പം അതുകൊണ്ട് അവൾ ഏത് ക്ലാസ് മുറിയിലാണ് നമുക്ക് അറിയാം. അപ്പം നമ്മൾ ദ എന്നുള്ള വാക്ക് ഉപയോഗിക്കണേ. ഷീ ഈസ് ഇൻ ദ ക്ലാസ് റൂം. ഷീ ഈസ് ഇൻ ദ ക്ലാസ് റൂം. ഞങ്ങൾ കേരളത്തിലാണ്, എന്താ പറയുക? വി ആർ ഇൻ കേരള. സ്ഥലപ്പേര് പറയുമ്പോൾ ഇന്ന് വെച്ച് പറയാം. അവൾ നല്ല ധനികയാണ്, എങ്ങനെ പറയും? ധനമുള്ള അവസ്ഥ റിച്ച്. റിച്ച് ആണ് അവളെന്ന് പറയില്ലേ? ഷീ ഇസ് റിച്ച്. ഇനിയിപ്പോൾ അവൾ റിച്ച് ആണോ എന്ന് നമുക്ക് അറിയില്ല. എങ്ങനെ? അപ്പം നമ്മൾ സംശയം ഉണ്ടെങ്കിൽ ഷീ മൈറ്റ് ബി റിച്ച്. മൈറ്റ് ബി. സംശയം ഉണ്ടെങ്കിൽ അപ്പം എസ് മാറ്റിയിട്ട് മൈറ്റ് ബി. ഷീ മൈറ്റ് ബി റിച്ച്. അവൾ വലിയൊരു ബെൻസ് കാറിലൊന്ന് ഇറങ്ങണം കണ്ടു, റിച്ച് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഷീ കുഡ് ബി റിച്ച്, അല്ലേ? സാധ്യതയുണ്ട്. അവൻ ഒരു ടീച്ചറാണ്, എങ്ങനെ പറയാ? ഹീ ഈസ് എ ടീച്ചർ. ഒരു ടീച്ചർ. അവരൊരു ടീച്ചറാണ്. ഹീ ഈസ് എ ടീച്ചർ. അയാൾ ഒരു രജിസ്റ്ററും കുറേ ചോക്കൊക്കെ എടുത്ത് നടന്നു പോകണം കണ്ടു. ടീച്ചർ ആവാൻ സാധ്യതയുണ്ട്, അല്ലേ? നമുക്ക് ഉറപ്പില്ല, നമ്മൾ ചോദിച്ചിട്ടില്ല, അയാൾ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഹീ ഈസ് എ ടീച്ചർ എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല, പക്ഷെ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളെങ്ങനെ പറയും? ഹി കുഡ് ബി എ ടീച്ചർ. ആ എസ് എടുത്ത് മാറ്റിയിട്ട് കുഡ് ബി ഇടുക. ഹി കുഡ് ബി എ ടീച്ചർ. അപ്പോൾ ഇന്ന് നമ്മൾ ബി എന്ന് പറഞ്ഞ വേർബും മൈറ്റ് ബിയും കുഡ് ബിയും ഒക്കെ എങ്ങനെ ഉപയോഗിക്കാമെന്ന് പഠിച്ചു. സാധാരണ നമ്മളൊരു ഇംഗ്ലീഷ് ക്ലാസ്സിൽ ഇതൊക്കെ വേറെ വേറെ സെക്ഷനിലാണ് പഠിക്കുക. മൈറ്റ് വേറെ, കുഡ് വേറെ ഒക്കെ ആയിട്ട്. പക്ഷെ അങ്ങനെ പഠിച്ചാൽ അവിടെ എത്തുമ്പോൾ നമുക്ക് ഇതുമായിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, സ്ഥിരമായിട്ട് സ്റ്റുഡൻസ് പറയാറുള്ള പ്രോബ്ലംസ് എന്ന് വെച്ചാൽ ഈ മൈറ്റ് ബിയും കുഡ് ബിയും ഒക്കെ എല്ലാവർക്കും കൺഫ്യൂഷൻ വരിക. അപ്പോൾ അതിൻ്റെ സ്ഥാനം ഞാൻ അവിടെ നിന്ന് എടുത്ത് മാറ്റിയിട്ട് ഈ എസിൻ്റെ ഒപ്പം പഠിപ്പിച്ചാൽ നിങ്ങൾക്കിത് പെട്ടെന്ന് മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു അപ്രോച്ച് എടുക്കണേ. ഈ വീഡിയോ സീരീസിൽ മുഴുവൻ ഇങ്ങനത്തെ ടിപ്സാണ്. നിങ്ങൾക്ക് സാധാരണഗതിയിൽ മനസ്സിലാവാത്ത കാര്യങ്ങൾ പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. വളരെ യൂസ്ഫുൾ സീരീസ് ആയിരിക്കും ഞാൻ ഉറപ്പിച്ച് പറയാം. അപ്പം നിങ്ങൾക്ക് ഈ അപ്രോച്ച് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തോളൂ കേട്ടോ. അത് മാത്രമല്ല, ഇനി ഹോംവർക്ക് വരുന്നുണ്ട്. അതിൻ്റെ ഉത്തരങ്ങൾ നിങ്ങൾ എഴുതണം. നിങ്ങളുടെ മുമ്പിൽ ഒരാൾ ചായ കൊണ്ടുവച്ചു. ചായക്ക് എന്താ പറയുക? ടീ. ഈ ചായ ചൂടുള്ളതാണോ? എങ്ങനെ പറയും? ഈ ചായ എന്ന് പറയുമ്പോൾ ദിസ് ടീ. ഈ ചായ ചൂടുള്ളതാണോ? ചൂടുണ്ടെങ്കിൽ ഹോട്ട് എന്ന് പറയും. അപ്പം അതാണ് ആദ്യത്തെ ചോദ്യം. അല്ല, ഇത് തണുത്തതാണ്, തണുപ്പിന് കോൾഡ് എന്ന് പറയും. അല്ല, ഇത് തണുത്തതാണ്. അപ്പോൾ അപ്പുറത്തെ ആൾ പറയാം, അത്ര നേരമൊന്നും ആയിട്ടില്ലല്ലോ, ചൂടുണ്ടാവാം. സംശയമാണ്, ഉറപ്പില്ല കേട്ടോ, സംശയമാണ്. അപ്പം എങ്ങനെ പറയാം?
അതിന് ചൂടുണ്ടാവാം. അത് ചൂടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഹോട്ട് എന്ന് പറയും. സംശയമാണ്, അപ്പം എന്ത് പറയും? ഈ 3 ചോദ്യങ്ങളും നിങ്ങൾ ഉത്തരം കണ്ടുപിടിച്ച് എഴുതി കോമൻറ്റിലിടുക. അടുത്ത ക്ലാസ്സിൽ ഞാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറൊരു കാര്യമാണ് പഠിപ്പിക്കുന്നത്. ഡൂവും ഡസും ഡിഡും ഒക്കെ എപ്പോഴും ആൾക്കാർക്ക് കൺഫ്യൂഷനാണ്. അത് പഠിക്കാനൊരു ട്രിക്ക് ഉണ്ട്. ഇപ്പം നമ്മൾ മൈറ്റ് ബീം കുഡ് ബി ഒക്കെ പഠിച്ച മാതിരി ഒരു ട്രിക്ക്. അപ്പം അത് പഠിക്കണമെങ്കിൽ ആദ്യം ഈ ക്ലാസ് കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. കാരണം ഇതിൽ പഠിച്ച കാര്യങ്ങൾ നല്ല പക്കയാണെങ്കിലേ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് എളുപ്പം ഉണ്ടാവുള്ളൂ. അപ്പം ഇനി ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഒരു പ്രോബ്ലം ആയിട്ട് ആരുടെയും ജീവിതം ബുദ്ധിമുട്ടിലാവരുത്. അതിന് വേണ്ടിയിട്ടുള്ള സീരീസാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അറിയിക്കണം. വീഡിയോ ലൈക്കും ചെയ്യണേ. അടുത്ത ക്ലാസ്സിൽ നമ്മൾ കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കട്ടോ. നീ ചായ കുടിച്ചോ? നീ ജിമ്മിൽ പോകാറുണ്ടോ? ഇങ്ങനത്തെ ചോദ്യങ്ങളില്ലേ? അതൊക്കെ പഠിക്കുമ്പോൾ പൊതുവെ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ പഠിച്ച ടൈപ്പ് ചോദ്യങ്ങളില്ലേ, നീ വെജിറ്റേറിയൻ ആണോ, ആർ യു വെജിറ്റേറിയൻ, അങ്ങനത്തെ ചോദ്യങ്ങളും ഇനി പഠിക്കാൻ പോകുന്ന ചോദ്യങ്ങളൊക്കെ തമ്മിൽ കൺഫ്യൂഷൻ വരും. അപ്പം അങ്ങനെ സംശയങ്ങളും കൺഫ്യൂഷനൊക്കെ വരാൻ ചാൻസ് ഉള്ള കുറേ മേഖലകൾ വളരെ ഈസി ആയ കുറച്ച് ടിപ്സ് യൂസ് ചെയ്ത് നമുക്ക് അനായാസം പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആയിട്ടാണ് അടുത്ത ക്ലാസ്സിൽ ഞാൻ വരിക. അപ്പോഴേക്കും ഈ ക്ലാസ് നിങ്ങൾ നല്ല വൃത്തിക്ക് പഠിച്ച് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കണേ. ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്കും അത് എന്നെ കൊണ്ട് പറ്റില്ല, എനിക്ക് കാശില്ല, കോഴ്സിന് ചേരാൻ പറ്റുന്നില്ല, അങ്ങനെ ഒരു സങ്കടം ഒരാൾക്കും ഉണ്ടാവാൻ പാടില്ല. ഈ വീഡിയോ സീരീസ് കഴിയുമ്പോഴേക്കും നിങ്ങൾ എനിക്ക് ഇംഗ്ലീഷ് അറിയാം, എനിക്ക് സംസാരിക്കാൻ പറ്റും എന്നുള്ള നിലയിലെത്തും. അപ്പൊ ഇനി ഇംഗ്ലീഷ് അറിയില്ല എന്ന് ഓർത്ത് വിഷമിക്കേണ്ട. ഈ വീഡിയോയിൽ ഇപ്പൊ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ആദ്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ ഒന്നുകൂടെ വീഡിയോ കണ്ടിട്ട് സെന്റൻസസ് ഒക്കെ ഉണ്ടാക്കാൻ നോക്കണേ. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ.